ദേവൻ കൂടി ചേരുകയാണ്. ദേവൻ, ഒരു കടയും വീടും ചേർന്നുള്ള ഒരു സ്ഥലമായിരുന്നു അത്. നിലവിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. കാരണം അവിടെ മണ്ണ് മാത്രമാണ് കാണാനാകുന്നത്. ആ പ്രദേശം മുഴുവൻ മണ്ണ് മൂടിയ ഒരു സാഹചര്യമാണ്. അവിടെ നിന്നും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ആസിഫ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ആസിഫ്, നിലവിൽ ആ സ്ഥലത്ത് ഉള്ള ആളുകളെല്ലാം തന്നെ രക്ഷിക്കാൻ, ഒരുപക്ഷെ നേരിട്ട് അറിയാവുന്ന എല്ലാവരും തന്നെ രക്ഷിക്കാനായിട്ടുണ്ട്. ഇനിയും കണക്കുകൾ ബാക്കിയാണ്. അതുതന്നെയാണ് ഈ ഒരു പരിശോധന ഇത്തരത്തിൽ മുന്നോട്ട് പോകാനും കാരണം. ഇപ്പോൾ ഈ റഡാർ സിഗ്നൽ കണ്ട സ്ഥലത്ത് ഉള്ള പരിശോധനയല്ലാതെ മറ്റ് പരിശോധനകൾ എങ്ങനെയാണ്? മറ്റ് സ്ഥലങ്ങളിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയായിരുന്നു ഈ റഡാർ സംവിധാനമുള്ള പരിശോധന. അത് 4 സ്ഥലങ്ങളിൽ നടത്തി. 4ാമത്തെ സ്ഥലത്ത് നടത്തിയപ്പോഴാണ് നമുക്ക് ഈ സൂചന ലഭിച്ചത്. മറ്റ് ഇടങ്ങളിലുമുള്ള പരിശോധനകൾ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മല പോലെ വന്ന് മണ്ണ് ഇടിഞ്ഞു കൂടിയ ഒരു പ്രദേശം, അത് ഒരു പരിധി വരെ നമ്മൾ അത് മാറ്റി ഈ മുണ്ടക്കയിലും മറ്റും പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യം വന്ന് കണ്ട സമയത്ത് എന്റെ അപ്പുറത്തേക്ക് ഈ പാതകളടക്കം വീണ്ടെടുത്തുകൊണ്ട് ആ പൊളിഞ്ഞുപോയ വീടുകളുടെ എല്ലാം മുൻവശമെല്ലാം പരിശോധിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പ്രത്യാശ ഉള്ള ഒരു ഘട്ടമാണ്. ഏതായാലും ഈ ഒരു റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇനി നമുക്ക് ആ ഒരു തെരച്ചിലാണ് നമുക്ക് ഇനി പൂർത്തിയാക്കേണ്ടത്. ആ പരിശോധന ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുക. മറ്റിടങ്ങളിലെല്ലാം ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഈ ഒരു ആളുകൾ ഇറങ്ങിയുള്ള പരിശോധന, രക്ഷാദൗത്യത്തിന്റെ ഭാഗമായുള്ള ആളുകൾ ഇറങ്ങിയുള്ള പരിശോധന നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഇനി ആ താഴ്വശത്തേക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇനി മനുഷ്യന് നേരിട്ടിറങ്ങി പരിശോധിച്ച് നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി യന്ത്രങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ തന്നെ ഒരു പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഇപ്പോഴും കരുതാം. പക്ഷേ എന്തായാലും ഈ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയ അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലിൽ നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം എന്തെങ്കിലും വിവരങ്ങളും അപ്ഡേറ്റുകളും ലഭിക്കേണ്ടതുണ്ട്. ആ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, ഇനി ഒന്നുകൂടി റഡാർ വെച്ച് നോക്കിക്കൊണ്ട് അതിന്റെ സാന്നിധ്യം ഇപ്പോഴും എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലുമുള്ള തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. 6 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നത്. അതിൽ 6 സോണുകളായി തിരിച്ച് കൊണ്ട് ഒരു തിരച്ചിൽ നടത്തിയപ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും അതിൽ തന്നെ 40 സംഘങ്ങളായി തന്നെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഉണ്ടായത്. ആ പരിശോധന ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയാറിന്റെ തീരത്തിറക്കം ഉള്ള പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുന്നു. ഏതായാലും പരിശോധനാ സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമായി പോകുന്നുണ്ട്. പ്രധാനമായും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും പുരോഗമിക്കുന്നത്. ശരി ആസിഫ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനത്തെ ആളെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് പറയാനാവുക. കാരണം നമ്മുടെ മുന്നിലുള്ള കണക്ക് അത്രമാത്രം വലുതാണ്. 344 ആളുകളുടെ ജീവനാണ് ഇതുവരെ ഈ മണിക്കൂർ വരെ നമ്മൾ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നത്. അത് മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മനുഷ്യരുണ്ട്. അതോടൊപ്പം ചാലിയാറിൽ ഒഴുകിയെത്തിയ 178 മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ 344 ആളുകളുടെ കണക്കാണ് ഈ മണിക്കൂറിൽ നമുക്കുള്ളത്. പക്ഷേ നമുക്കിനിയും കണ്ടെത്തേണ്ടത് 209 ആളുകളാണ്. അവരെ വീണ്ടും കണ്ടെത്താൻ ഉള്ള ശ്രമമാണ് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളിലും 6 സോണുകളായി തിരിച്ചുള്ള പരിശോധനയാണ് ഇന്ന് മന്ത്രിതല ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രക്ഷാപ്രവർത്തകർ നടത്തിയത്. അതുതന്നെ ഓരോ മണിക്കൂറുകളിലും ഈ മൃതദേഹങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ആശുപത്രിയിലാകട്ടെ ഓരോ നിമിഷവും ബന്ധുക്കൾ അവരുടെ മരിച്ചു എന്ന് കരുതപ്പെടുന്ന ആളുകളെ തേടി ഉള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ദേവൻ കൂടി ചേരുകയാണ്. ദേവൻ, ഇന്ന് ഒരുപക്ഷെ മുണ്ടക്കൈയിലാണ് ഏറ്റവും അവസാനത്തെ ശ്രമം രക്ഷാപ്രവർത്തനത്തിന് എത്താൻ സാധിച്ച ഒരു സ്ഥലം. കാരണം ബെയിലി പാലമൊക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് മുണ്ടക്കൈയിൽ കാര്യമായ തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായത്. ഇന്ന് മുണ്ടക്കൈയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ.
രുചീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർന്നതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലയിൽ ഇന്നും ശക്തമായ ഒരു തെരച്ചിൽ നടപടികൾ തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ യന്ത്രോപകരണങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ഈ ബെയിലി പാലത്തിന്റെ പൂർത്തീകരണം അതിന് സാധിച്ചു എന്ന് തന്നെ വേണം പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മേഖലയിൽ തെരച്ചിൽ നടത്താനായിട്ടുള്ള അംഗങ്ങളുടെ എണ്ണത്തിലും വലിയൊരു വർധനവ് തന്നെ ഉണ്ടായിരുന്നു. സൈന്യത്തിന്റെയും ഒപ്പം NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും ടീമിനോടൊപ്പം സന്നദ്ധ പ്രവർത്തകരടക്കം വലിയ ഒരു അംഗബലം തന്നെയായിരുന്നു ഇന്ന് ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ റവന്യൂ മന്ത്രി അടക്കം നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നാളെ, അതായത് ഇന്നത്തെ ദിവസം സമഗ്രമായ ഒരു തെരച്ചിൽ ആയിരിക്കും ഇന്ന് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുക, ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുക എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ 6 സോണുകളായി എല്ലാം തിരിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു തെരച്ചിൽ നടപടികൾ തന്നെയാണ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ച വയനാട്ടിലെ മുണ്ടക്കൈ അടക്കം, മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ അട്ടമല, വനറാണി അടക്കമുള്ള പുഞ്ചിരിമട്ടം മേഖലകളിലടക്കം നടത്തിയത്. ഒപ്പം തന്നെ ചാലിയാറിന്റെ പുഴയുടെ തീരത്തും ഇത്തരത്തിൽ ഒരു സമഗ്രമായ ഒരു തെരച്ചിൽ ഇന്നും തുടരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മുണ്ടക്കൈയിൽ നടന്ന തെരച്ചിലിന്റെ ഏറ്റവും അവസാനത്തെ ഒരു നിർണായകമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു അല്പം മുമ്പ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. ഒരു ജീവന്റെ സാന്നിധ്യം ഈ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ട് എന്നുള്ള ഒരു റഡാർ സിഗ്നൽ ലഭിച്ചതിന്റെ തുടർച്ചയായി ഈ മേഖലയിൽ ഒരു തിരച്ചിൽ നടപടികൾ ഉണ്ടാവുന്നു. JCB ഉപയോഗിച്ച് അവിടുത്തെ മണ്ണുകൾ മുഴുവനായി മാറ്റിക്കൊണ്ട് NDRFന്റെ സംഘം കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കാൻ അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം നടത്തുന്ന ഒരു കാഴ്ചയും നമ്മളിപ്പോൾ കണ്ടു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ജീവന്റെ സാന്നിധ്യം ലഭിച്ച ഇടത്തെ പരിശോധന പൂർണ്ണമായും ഇപ്പോൾ ഈ NDRF സംഘം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു സിഗ്നൽ ഇനി ഒന്നുകൂടി ശ്രമിച്ച ശേഷമായിരിക്കും ഈ ഒരു മേഖലയിൽ ഒരു തെരച്ചിൽ നടത്തുക. അതല്ല എങ്കിൽ കൂടി ഈ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് ശേഷം NDRFന്റെയും എല്ലാം സംഘങ്ങളുടെ ഒരു തീരുമാനപ്രകാരമായിരിക്കും ഇനി ഈ ഒരു ജീവന്റെ സാന്നിധ്യം കണ്ട ഒരു തെരച്ചിൽ നടത്തുക എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ NDRFന്റെ സംഘങ്ങളുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ കടയുടെ പിൻവശത്തായി ഒരു വലിയൊരു കിണറും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെയെല്ലാം ഈ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ, ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിലെല്ലാമാണ് ഈ ഒരു കാഴ്ച അവർ കണ്ടത്. ഒരു വലിയ കിണറൊക്കെ അവിടെ ഉള്ളതായിട്ട് കണ്ടായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് അവർക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. കാരണം അതൊരു വലിയ കുഴിയോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഇതൊരു വീടും അതോടൊപ്പം ഒരു കടയും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു സ്ഥലം എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു? അവരെ കണ്ടെത്താനായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരാളുമായി ഈ രക്ഷാപ്രവർത്തകർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അതിന്റെ ശേഷമാണോ ഈ പരിശോധന തുടരുന്നത്? രുചീഷ്, ഇപ്പോൾ ഈ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന് പറയുന്ന ഈ ഒരു കട, ഇതൊരു വലിയ ഒരു കടമുറിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു മുണ്ടക്കൈ മേഖലയിലെ ഒരു പ്രധാന ജംഗ്ഷനാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 2 നില കെട്ടിടമാണ്. ഇത് നിറയെ കടമുറികളുള്ള ഒരു കെട്ടിടമാണ്. ഇതിന് പിൻവശത്തായി ധാരാളം വീടുകളുണ്ട്. നമ്മളോട് നേരത്തെ രാവിലെ സംസാരിച്ചപ്പോഴെല്ലാം പ്രതികരിച്ച ആളുകൾ അവരുടെ എല്ലാം വീടുകൾ ഈ മേഖലയിൽ ഉള്ളതായി എല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ മരിച്ചവരുണ്ട്, അതോടൊപ്പം തന്നെ കാണാതായ ആളുകളുണ്ട്. അവരുടെ മൃതശരീരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടായിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ മുണ്ടക്കൈയിൽ ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ഈ ഒരു കടയുടെ പിറകുവശത്തായിട്ടുള്ള മേഖലയിൽ ഒരു തിരച്ചിൽ സൈന്യവും ഒപ്പം തന്നെ NDRFന്റെ സംഘവും എല്ലാം നടത്തിയത്. അവർ ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിൽ ഒരുപക്ഷെ അവരുടെ വീട് നിന്ന ഈ സ്ഥലമായിരുന്നു. അതിന്റെ മുൻവശത്ത് മറ്റൊരു വീട് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ വീടിന്റെ വഴി എന്നുള്ള രീതിയിലെല്ലാം അവർ കൃത്യമായുള്ള രേഖകൾ, കൃത്യമായുള്ള ദിശകൾ കാണിച്ചു കൊടുത്തു. ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു അവർ തെരച്ചിൽ നടത്തിയത്. ശേഷം ഈ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഈ മുണ്ടക്കൈയുടെ ഭാഗത്തുണ്ടായ വലിയൊരു ഗർത്തത്തിനപ്പുറം ഒരു ചെറിയ രീതിയിലുള്ള ഒരു പുഴ ഒഴുകുന്നുണ്ട്. മുൻപ് ചെറിയ രീതിയിൽ ഒഴുകിയിരുന്ന ആ പുഴ ഇപ്പോൾ ഒരു വലിയ അളവിലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഈ വീടിന്റെ എല്ലാം മുന്നിലൂടെ ഒരു ചെറിയ ചാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴെല്ലാം ഒരുപക്ഷെ അവരെല്ലാം ഈ ആദ്യഘട്ടത്തിൽ ഇറങ്ങി ഓടുക ഈ ഒരു വശത്തേക്കായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വശത്തായിരിക്കാം അവർ ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലെല്ലാം അവർ ഇന്ന് വന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയും ഇന്നുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മേഖലയിൽ ഈ സൈന്യത്തിന്റെ തിരച്ചിൽ നടന്നിരുന്നത്.
ഏതായാലും സമഗ്രമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്ന് ഈ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായതെന്ന് തന്നെ പറയാൻ പറ്റും. ഏറ്റവും ഒടുവിലായി ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലൊരു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചത് ഒരു പക്ഷേ ഒരു അല്പനേരത്തേക്കെങ്കിലും നമുക്കൊരു പ്രതീക്ഷ നൽകാൻ പറ്റിയ ഒരു വാർത്ത തന്നെ ആയിരുന്നു. ഒരുപക്ഷെ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ശുഭകരമായ രീതിയിൽ അവസാനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ദുരന്ത മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാർത്തയായി മാറിയാനേ, അതൊരു അത്ഭുതമായി തന്നെ മാറിയാനേ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏതായാലും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ മേഖലയിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മേഖലയോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നുണ്ട്. ഈ മുണ്ടക്കൈ മാത്രമല്ല, അതോടൊപ്പം തന്നെ ചാലിയാറിന്റെ പരിസരത്തും ഒപ്പം ചൂരൽമലയുടെ താഴ്വാരങ്ങളിലുമെല്ലാം താഴ്വശത്തുമെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ NDRFന്റെ ഉദ്യോഗസ്ഥരും നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. രജീഷ്, ദേവൻ, ആദ്യത്തെ ഉരുൾപൊട്ടൽ നടന്നത് ചൂരൽമലയിൽ. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ്, മുണ്ടക്കൈയിലെ ശരിയായുള്ള ദുരന്തം മുണ്ടക്കൈയിലാണ് നടക്കുന്നത്. അവിടെ ആരും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയുള്ള റോഡുകളെല്ലാം പോയതാണ്. അവിടേക്ക് എത്തുമ്പോഴറിയാം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെന്ന് അന്ന് തന്നെ നാട്ടുകാർ സൂചന നൽകിയതാണ്. ഇപ്പോൾ 4-ാം ദിവസമാകുന്നു മുണ്ടക്കൈയിൽ നിന്ന് പലതവണ ഒരുപാട് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ ഏറ്റ് വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോഴും ആ സംഖ്യ അവസാനിച്ചിട്ടില്ല. കാരണം 209 ആളുകളെ ഇനിയും കിട്ടാനുണ്ട്. ആ ആളുകളിലേക്ക് കൂടിയുള്ള രക്ഷാപ്രവർത്തനം കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം ഇനിയും തുടരും അല്ലേ? തീർച്ചയായും രതീഷ്, 209 ആളുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ ഇനി നമുക്ക് ലഭിക്കാനായിട്ട് ഉള്ളതായി പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള ആളുകളോടെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഔദ്യോഗിക രേഖകൾക്ക് പുറമെ ഈ കാണാതായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ മേഖലയിൽ തോട്ടം തൊഴിലാളികളായിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ. അവിടങ്ങളിലെല്ലാം താമസിച്ചിരുന്ന ആളുകളുടെ എല്ലാം കൃത്യമായ രേഖകൾ ഒരുപക്ഷെ സർക്കാരിന്റെ കൈവശം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് അവരെല്ലാം ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഖ്യയായി മാറാനുള്ള ഒരു സാധ്യത ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ കൃത്യമായുള്ള ഒരു ജനസംഖ്യ ഒരു കണക്കെടുപ്പ് കൃത്യമായി നമുക്ക് നൽകാൻ കഴിയില്ല. കാരണം ഈ ദുരന്തമുണ്ടായതിന്റെ തലേന്നുമെല്ലാം ഈ മേഖലകളിൽ മഴയുണ്ടായിരുന്നുള്ള ഒരു കാര്യവും ഈ പ്രദേശവാസികൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു എണ്ണം, ഈ 209 എന്നുള്ളൊരു കൃത്യമായ എണ്ണമായി നമ്മൾ പറയുമ്പോൾ പോലും അതൊരു കൃത്യമായ ഒരു സംഖ്യയെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. എങ്കിൽ കൂടിയും അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഏറ്റവും വലിയ ഒരു വ്യാപ്തി, അതിന്റെ ഒരു ഏറ്റവും വലിയ ആഘാതം സംഭവിച്ച ഒരു മേഖലയാണ് ഈ മുണ്ടക്കൈ മേഖല എന്ന് പറയുന്നത്. അതിന്റെ ഉത്ഭവ കേന്ദ്രം കുറച്ചുകൂടി മുകൾ വശത്തായി വരുന്ന പുഞ്ചിരിമട്ടത്തിന് മുകളിലാണെങ്കിൽ കൂടിയും കുത്തിയൊലിച്ചു വന്ന മുഴുവൻ മണ്ണും അതിന്റെ പാറക്കഷ്ണങ്ങളും എല്ലാം ഇതിന്റെ ഈ മുണ്ടക്കൈ മേഖലയുടെ സമീപം ഉണ്ടായിരുന്ന മലയിൽ ഇടിക്കുകയും അതിനുശേഷം അതിന്റെ ദിശ തന്നെ മാറി ഈ പ്രദേശത്തേക്ക് ഇരച്ചെത്തുകയും ഈ പ്രദേശം ആകെ തകർത്തുകൊണ്ടാണ് അതിന് ശേഷം ഈ ചൂരൽമലയിലേക്ക് ആ ഒരു മലവെള്ളപ്പാച്ചിൽ ഒഴുകി പോവുകയുണ്ടായത്. ഇത്രയും ഒരു അതിന്റെ അത്ര വ്യാപ്തിയിലുള്ള ആ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ഈ മേഖലയിലുണ്ടായിരുന്ന മുഴുവൻ വീടുകളും തന്നെ ഒരു തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വലിയ ഒരു വലിയ മരണസംഖ്യയിലേക്ക് തന്നെ ഇതിന്റെ ഒരു ദുരിതത്തിന്റെ ഭാഗമായി നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്ന് ഈ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഏതായാലും ഇന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇന്ന് ലഭിച്ച ഉച്ചവരെ നടത്തിയ തിരച്ചിലിൽ ഇന്ന് ചൂരൽമലയുടെ താഴ്വാരത്തിൽ നിന്നും ഒരു 4 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈക്ക് താഴ്വശയുള്ള ഒരു സ്ഥലത്ത് നിന്നും മൃതദേഹവും അതിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ മൃതശരീരങ്ങൾ ലഭിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഈ മൃതശരീരത്തിന്റെ ഭാഗങ്ങളായി പല സ്ഥലത്തു നിന്നും ഈ തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം അവർ തെരച്ചിൽ നടത്തുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത്. അവർ അത് സൂക്ഷിച്ച് എടുക്കുകയും ഈ ആരോഗ്യ വിഭാഗത്തിനകത്ത് കൈമാറുകയും അത് DNA ടെസ്റ്റിന് അടക്കമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. ഈ പൂർണ്ണമായും ലഭിക്കുന്ന മൃതശരീരങ്ങൾക്ക് പുറമെ നിരവധി സ്ഥലത്തു നിന്നും ഇതുപോലെ തന്നെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത്തരത്തിൽ നാളെയും ഇനി വരുന്ന ദിവസങ്ങളിലുമെല്ലാം മുണ്ടക്കൈ അതോടൊപ്പം തന്നെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കൂടുതൽ യന്ത്രോപകരണങ്ങൾ മുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നടത്തുന്ന തിരച്ചിലിൽ ഒരുപക്ഷെ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്താൻ സാധിച്ചേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ ശരിക്കുമുള്ള തീവ്രത ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കാൻ പോകുന്നത്. രജീഷ്.
അത് തന്നെയാണ് ദേവൻ. എന്തായാലും വെള്ളം ഒലിച്ചു വന്നത് മാത്രമല്ല, വലിയ പാറക്കെട്ടുകൾ സമാനമായി വലിയ പാറക്കല്ലുകൾ, ഒരു വലിയ പാലങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള പാറക്കല്ലുകൾ വന്ന് ഇടിച്ചതിന് ശേഷമാണ് പലയിടത്തും വലിയ കെട്ടിടങ്ങൾ തകർന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയായത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോഴും പരിശോധന ഈ മുണ്ടക്കൈ പ്രദേശത്ത് തുടരുകയാണ്. റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു.